അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി എന്നും ഇങ്ങനെയാണ്. അദ്ദേഹം ഇന്നത്തെ കാര്യങ്ങളല്ല ചിന്തിക്കുന്നത്. 10 വർഷമോ 20 വർഷമോ കഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കാൻ പോകുന്നത്, നമ്മൾ ഏത് രീതിയിലേക്ക് മാറും, ഏത് രീതിയിലേക്ക് മാറണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പലപ്പോഴും വിലയിരുത്താറ്, പലപ്പോഴും പറയാറ്, പലപ്പോഴും ചർച്ച ചെയ്യാറ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ. ഇതിന് പലതരത്തിലുള്ള ഭീഷണികൾ പല രീതിയിൽ പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. അതൊക്കെ ഏതാണ്ട് ഒരു 10% മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ശക്തമായ നടപടികളുമായിട്ടാണ് കേന്ദ്ര സേനയും അതുപോലെ അർദ്ധസൈനിക വിഭാഗങ്ങളും സൈനികരും അതുപോലെ അന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെ ഇപ്പോൾ അതിശക്തമായി പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അതിപ്രധാനമായ ഒരു യോഗം ഡൽഹിയിൽ നടന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ എങ്ങനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിന് കൂടുതൽ പ്രധാനപ്പെട്ടതാക്കി മാറ്റാം, ഏത് രീതിയിൽ അതിന് ടെക്നോളജി, സയൻസ് തുടങ്ങിയ കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു ചർച്ച നടന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി ആണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ അവതരിപ്പിച്ചത്. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണ് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന്, മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഈ രാജ്യം ഒരു ധർമ്മശാലയല്ല. ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ളൂ. നുഴഞ്ഞുകയറി എത്തുന്നവർ രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും ജനസംഖ്യയുടെ സന്തുലിതാവസ്ഥയ്ക്കും ഭീഷണിയാണ് എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ദേശസുരക്ഷ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്താതെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാകില്ല എന്ന് അമിത്ഷാ പറഞ്ഞത്. വടക്കിഴക്കൻ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ, അതായത് മയക്കുമരുന്ന്, നക്സലിസം, സംഘർഷങ്ങൾ എന്നിവ രൂക്ഷമാകുന്നതിന് മുൻപ് മുൻ സർക്കാരുകൾ തിരിച്ചറിഞ്ഞ് നടപടിയെടുത്തിരുന്നു എങ്കിൽ ഇന്ത്യക്ക് വർഷങ്ങളോളം സുരക്ഷാ പ്രശ്നങ്ങളും ഭരണപരമായ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര സുരക്ഷയിൽ ദീർഘകാല ആസൂത്രണം ആവശ്യമാണ്. അടുത്ത 15 മുതൽ 20 വർഷത്തേക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസികൾ മുൻകൂട്ടി കണ്ടെത്തണം. ഇത്തരം പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധികളാകുന്നതിന് മുൻപ് അവയെ തിരിച്ചറിഞ്ഞ് തടയാനുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 1 വർഷത്തിനുള്ളിൽ പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ഒരു കാര്യം വ്യക്തമാക്കിയത് അതിശക്തമായ നിരീക്ഷണ പാടവത്തിൻ്റെ ആ ഒരു പിൻബലത്തോടു കൂടിയാണ്. രാജ്യത്ത് ഈ CJP പോലുള്ള സമരങ്ങൾ, ഇതൊക്കെ തന്നെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ കാര്യമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ CJP പോലുള്ള സമരങ്ങൾ, ഇതൊക്കെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ കാര്യമായി ബാധിക്കുന്നതാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ്. ഇതൊന്നും ഇനി നടക്കില്ല. ഇതിനൊക്കെ കൃത്യമായ 3 പ്രത്യേക ക്രിമിനൽ നിയമങ്ങൾ കൊണ്ടുവരും. അത് ലംഘിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആജീവനാന്തം ജയിലിലാകുന്ന തരത്തിലുള്ള ശിക്ഷാ നിയമങ്ങളിൽ വരെ മാറ്റങ്ങൾ വരുത്താനുള്ള എല്ലാ സാധ്യതയും കാണുകയാണ് അമിത്ഷാ. എന്തെങ്കിലും കിടന്ന് ഒച്ച വെച്ചും ബഹളം കൂട്ടിയും ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സംഘടിതാവസ്ഥയെ തകർത്ത് അതിൻ്റെ ഐക്യത്തെ തകർത്ത് ആ രാജ്യത്തെ ഇല്ലാതാക്കാനും രാജ്യത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനുള്ള വിദേശ തീവ്രവാദ ഏജൻസികളുടെ, മയക്കുമരുന്ന് ലോബിയുടെ, ഡീപ് സ്റ്റേറ്റിൻ്റെ ഒക്കെ ശ്രമങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അമിത്ഷാ ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും 3 ക്രിമിനൽ നിയമങ്ങൾ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. കൃത്യമായി രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിനകത്തു നിന്ന് രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന ഭീഷണികൾ, ഇതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് അമിത്ഷാ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ ഏജൻസികൾക്ക്, ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികൾക്ക് അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ നൽകും. രാജ്യത്ത് ഇത് ധർമ്മശാലയല്ല, ഇത് ആർക്കും കയറി വന്ന് എന്തും കാണിക്കാവുന്ന ഒരു സത്രമൊന്നുമല്ല. ഇത് ഒരു രാജ്യമാണ്, ഇതൊരു റിപ്പബ്ലിക്കാണ്, ഇത് ഒരു സംഘടിത രാജ്യമാണ്. 3ാം ലോക രാജ്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉറ്റുനോക്കുന്ന ഭാരതം എന്ന രാജ്യം, ഇന്ത്യ എന്ന രാജ്യം, ഈ രാജ്യത്തെ തകർക്കാനൊന്നും ഇവിടെ ഒരുത്തനും നടക്കണ്ട, നോക്കണ്ട, സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അമിത്ഷാ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്.